നമസ്കാരം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് 2026 നടന്ന കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പറിലെ കെമിസ്ട്രി ഭാഗത്ത് നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, നമുക്ക് ആദ്യം BF4 റിലേറ്റ് ചെയ്തിട്ടുള്ള 2 ക്വസ്റ്റ്യൻസ് നോക്കാം. കാർബണിൻ്റെ ക്രിസ്റ്റലീയ രൂപാന്തരങ്ങൾ ഏതെല്ലാമാണ്? കാർബണിൻ്റെ ക്രിസ്റ്റലീയ രൂപാന്തരങ്ങൾ ഏതെല്ലാമാണ്? ഓപ്ഷൻസ് നോക്കി. ഗ്രാഫൈറ്റ്, ചാർക്കോൾ, കോക്ക്, ഫുള്ളറിൻ. ഏതൊക്കെയാണ് വരുന്നത്? ആൻസർ വരുന്നത് 1ഉം 4ഉം. 1ഉം 4 എന്ന് പറയുമ്പോൾ ഓപ്ഷൻ ഡി വരും അല്ലേ? ഓപ്ഷൻ ഡി. അതായത് ഏതൊക്കെയാണ്? ഗ്രാഫൈറ്റും ഫുള്ളറിനും. എന്താണ് ഈ ക്രിസ്റ്റലൈൻ രൂപാന്തരങ്ങൾ അല്ലെങ്കിൽ ക്രിസ്റ്റലൈൻ അലോട്രോപ്സ് എന്ന് പറയുന്നത്? കാർബൺ ആറ്റങ്ങൾ കൃത്യമായ ജാമിതീയ ഘടനയിൽ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്ന രൂപാന്തരങ്ങളെയാണ് എന്ത് പറയുന്നത്? ക്രിസ്റ്റലീയ രൂപാന്തരങ്ങൾ അല്ലെങ്കിൽ ക്രിസ്റ്റലൈൻ അലോട്രോപ്സ് എന്ന് പറയുന്നത്. ഓക്കെ, കാർബൺ ആറ്റങ്ങൾ കൃത്യമായ ജാമിതീയ ഘടനയിൽ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്ന രൂപങ്ങൾ. ഓക്കെ, അപ്പോൾ അതിൽ വരുന്നതാണ് നമ്മുടെ ഗ്രാഫൈറ്റ്, ഫുള്ളറിൻ, പിന്നെ ഏതാണ്? വജ്രം, ഡയമണ്ട് ഇല്ലേ? അതൊക്കെ ഏതാണ്? അതൊക്കെ ക്രിസ്റ്റലീയ രൂപങ്ങളാണ്. ഇനി ഇപ്പം എന്താണ് ഗ്രാഫൈറ്റ് എന്ന് പറയുമ്പോൾ വജ്രത്തിൽ നിന്നും വ്യത്യസ്തമായി വളരെ മൃദുവായ രൂപമാണ് ഏതിനുള്ളത്? ഗ്രാഫൈറ്റിനുള്ളത്. ഇതിൽ കാർബൺ ആറ്റങ്ങൾ ഒരു ഹെക്സാഗണൽ, ഒരു ഷഡ്ഭുജാകൃതിയിലുള്ള പാളികളായിട്ടാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഓക്കെ, ഈ പാളികൾക്ക് ഒന്നിനു മുകളിൽ മറ്റൊന്ന് അങ്ങനെ തെന്നി മാറാനും സാധിക്കും. ഇനി ഡയമണ്ട് അല്ലെങ്കിൽ വജ്രം എന്ന് പറയുന്നതോ അത് ഏറ്റവും കാഠിന്യമേറിയതും തിളക്കമുള്ളതുമായ രൂപമാണ് ആണല്ലോ. പിന്നെ ഫുള്ളറിൻ എന്ന് പറയുന്നത് കാർബൺ ആറ്റങ്ങൾ ഫുട്ബോളിൻ്റെ ആകൃതിയിലോ അല്ലെങ്കിൽ നീളമുള്ള കുഴലുകളുടെ ആകൃതിയിലോ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്ന രൂപത്തെയാണ് എന്ത് പറയുന്നത്? ഫുള്ളറിൻ എന്ന് പറയുന്നത് കേട്ടോ. ദെൻ ഗ്രാഫൈനോ? അത് ഗ്രാഫൈറ്റിൻ്റെ ഒരൊറ്റ പാളി മാത്രമുള്ള രൂപത്തെ നമ്മൾ എന്ത് പറയും? ഗ്രാഫൈൻ എന്ന് പറയും. സിംഗിൾ ലെയർ മാത്രമുള്ളത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ എന്താണ്? ഇതൊക്കെ ക്രിസ്റ്റലീയ രൂപങ്ങളാണ്. ഇനി ഈ ക്രിസ്റ്റലീയ രൂപങ്ങൾക്ക് പുറമെ കൃത്യമായ ആകൃതി ഇല്ലാത്ത രൂപങ്ങളുണ്ട്. അതാണ് അമോർഫസ് രൂപങ്ങൾ എന്ന് പറയുന്നത്. ആകൃതി ഇല്ലാത്ത എന്താണ്? അമോർഫസ് രൂപങ്ങളുണ്ട്. അമോർഫസ് അതിൽ വരുന്നതാണ് നമ്മുടെ കോക്ക്, ചാർക്കോള് എന്നിവ. ഓക്കെ, കോക്ക്, ചാർക്കോള്, കൽക്കരി ഇല്ലേ? അതൊക്കെ അതിൽ വരുന്നതാണ്. ഓക്കെ, ഇപ്പോൾ റിലേറ്റഡ് ഫാക്റ്റ് മനസ്സിലായല്ലോ. അടുത്ത ചോദ്യം, ഒരു ആസിഡ് ലോഹവുമായി രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വാതകമേത്? ഒരു ആസിഡ് ലോഹവുമായി രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വാതകം ഏതാണ്? അത് ഹൈഡ്രജൻ ആണ് അല്ലേ? പൊതുവായിട്ട് ലോഹങ്ങൾ ലഘു ആസിഡുകളായി പ്രവർത്തിക്കുമ്പോൾ അവിടെ എന്തുണ്ടാകുന്നുണ്ട്? ഹൈഡ്രജൻ വാതകം പുറത്തുവിടുകയും അതോടൊപ്പം തന്നെ ഒരു ലോഹ ലവണം അല്ലേ, ഒരു സോൾട്ട് ഉണ്ടാവുകയും ചെയ്യുന്നു. അപ്പോൾ മെറ്റൽ പ്ലസ് ആസിഡ് എന്താ നമുക്ക് തരുന്നത്? സോൾട്ട് പ്ലസ് ഹൈഡ്രജൻ. സോൾട്ടും അതോടൊപ്പം തന്നെ ഹൈഡ്രജനുമാണ്. ദെൻ ബാക്കി ഓപ്ഷൻസിൽ ഓക്സിജൻ നമുക്കറിയാം അല്ലേ? എപ്പോഴാണ്? പ്രകാശ സംശ്ലേഷണം വഴിയോ അങ്ങനെയൊക്കെയാണ് സാധാരണയായിട്ട് അത് ലഭിക്കുന്നത്. അടുത്ത ചോദ്യം, കേബിളുകളിലോ ടെലികോം ടവറുകളോ ഇല്ലാതെ മൊബൈൽ ഫോണിലേക്ക് നേരിട്ട് ബ്രോഡ്ബാൻഡ് ഇൻ്റർനെറ്റ് സേവനം നൽകാൻ ISRO രൂപകൽപ്പന ചെയ്ത ഉപഗ്രഹം ഏതാണ്? ഈ ചോദ്യം പക്ഷേ റദ്ദാക്കപ്പെട്ടിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. N2 ഗ്യാസ് ഏതാണ്? നമ്മുടെ നൈട്രജൻ വാതകം അല്ലേ? പ്ലസ് 3H2 ഗ്യാസ് 3 മോൾ ഹൈഡ്രജൻ വാതകം അല്ലേ? ഗീവ്സ് എന്താണ്? അല്ലെങ്കിൽ ഈസ് ഇൻ ഇക്വിലിബ്രിയം 2NH3 ഗ്യാസ്, അതായത് 2 മോള് അമോണിയം വാതകം. പിന്നെന്താ പറയുന്നത്? ഡെൽറ്റ എച്ച് ഈക്വൽസ് -92.38 കിലോ ജൂൾസ് പെർ മോൾ. ഓക്കെ, കിലോ ജൂൾസ് പെർ മോൾ. ഓക്കെ, എന്ന സന്തുലിത രാസപ്രവർത്തനത്തെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയായത് ഏത് എന്നതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ 3 സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. ഒന്നാമത് പറയുന്നത് ഇതൊരു താപമോചക രാസപ്രവർത്തനമാണ്. ദെൻ ഉന്നത ഊഷ്മാവിൽ കൂടുതൽ NH3 ഉപയോഗിക്കപ്പെടുന്നു. ഉയർന്ന മർദ്ദത്തിൽ കൂടുതൽ NH3 ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. അപ്പോൾ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത് എന്നതാണ് ഇവിടെ പറയുന്നത്. ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? എങ്ങനെ മനസ്സിലാവും നമുക്ക്?
ഇത് നമ്മുടെ എന്താണ് അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസറിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ. ഇതിൽ ഇപ്പോൾ നമ്മൾ ഈ പഠിക്കുന്ന ഇതൊക്കെ ഏതാണ് നമ്മുടെ പ്ലസ് വണ്ണിലും അതോടൊപ്പം തന്നെ 10ലും ഉണ്ട്. ഒരു ചാപ്റ്റർ 10ൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഏതാണ് വരുന്നത്? ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൽപി, അതായത് ഇവിടെ നോക്കി ഡെൽറ്റ എച്ച് എന്ന് തന്നിട്ടില്ലേ, അതായത് എന്തൽപി ഇവിടെ നെഗറ്റീവ് ആയതിനാൽ ഇതൊരു താപമോചക അല്ലെങ്കിൽ എക്സോതെർമിക് പ്രവർത്തനം തന്നെയാണ് നമുക്ക് പറയാൻ പറ്റും. അപ്പം അങ്ങനെ വരുമ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ശരിയാണ്. നോക്കി ഇവിടെ -92.38 എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പം എന്തൽപി വ്യത്യാസം ആ ഡെൽറ്റ എച്ച് നെഗറ്റീവ് ആയതിനാൽ ഇതൊരു താപമോചക പ്രവർത്തനമാണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ എന്താണ് പറയുന്നത്? ഉന്നത ഊഷ്മാവിൽ കൂടുതൽ NH3 ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു എന്ന് പറയുന്നു. അതെന്താണ് അങ്ങനെ ഉദ്ദേശിക്കുന്നത്? അതായത് ഇപ്പോൾ എന്താ, ലീ ഷാറ്റ്സ്ലിയർ തത്വപ്രകാരം താപമോചക പ്രവർത്തനങ്ങൾക്ക് കുറഞ്ഞ താപനിലയാണ് അനുകൂലം. അതിനാൽ ഉയർന്ന താപനിലയിൽ അമോണിയം എന്ത് ചെയ്യുന്നുണ്ട്? ആ ഉൽപ്പാദനം കുറയുകയാണ് ചെയ്യുന്നത്. കൂടുതലല്ല, ഉയർന്ന ഊഷ്മാവിൽ എന്ത് ചെയ്യും? അമോണിയത്തിൻ്റെ ഉൽപ്പാദനം കുറയുകയാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ രണ്ടാമത്തെ പ്രസ്താവന തെറ്റാണ്. ഇനി മൂന്നാമത്തെ പ്രസ്താവനയിൽ ഉയർന്ന മർദ്ദത്തിൽ കൂടുതൽ NH3 ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. അതായത് ഇടതുവശത്ത് 4 മോൾ വാതകങ്ങളും വലതുവശത്ത് 2 മോൾ വാതകങ്ങളും ഉണ്ട്. മർദ്ദം കൂട്ടുമ്പോൾ തന്മാത്രകളുടെ എണ്ണം എന്ത് ചെയ്യും? കുറഞ്ഞ ഭാഗത്തേക്ക് അല്ലെ മുന്നോട്ട് മാറും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മൂന്നാമത്തെ പ്രസ്താവനയും ശരിയാണ്. അപ്പോൾ ആൻസർ വരുമ്പോൾ ഏതാണ്? 1ഉം 3ഉം മാത്രമാണ് ശരി എന്നതാണ് വരുന്നത്. ഓക്കെ, ഒന്നും കൂടി പറയാം. ആദ്യം നമ്മുടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇവിടെ ഡെൽറ്റ എച്ച് ഈക്വൽ -92.38 എന്ന് തന്നിട്ടുണ്ടല്ലോ. അതായത് ഈ രസതന്ത്രത്തിൽ ഈ എന്തൽപി ഡെൽറ്റ എച്ച് അല്ലേ, അതിൻ്റെ മൂല്യം നെഗറ്റീവ് ആണെങ്കിൽ അത് ശരിക്കും പറഞ്ഞാൽ എന്തായിരിക്കും? ഒരു താപമോചക പ്രവർത്തനം അല്ലെങ്കിൽ എക്സോതെർമിക് റിയാക്ഷൻ ആയിരിക്കും. ഓക്കെ, അതായത് അമോണിയ ഉണ്ടാകുമ്പോൾ ചൂട് പുറത്തേക്ക് വരുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് ശരിയാണ്. ഇനി രണ്ടാമത്തത് ഒന്നും കൂടി പറയുന്നു. എന്താണ്? ഉയർന്ന താപനിലയിൽ ഉയർന്ന ഊഷ്മാവിൽ കൂടുതൽ അമോണിയ ഉണ്ടാകുമോ? അതാണ് അവിടെ ചോദ്യം വരുന്നത്. അപ്പോൾ എന്താണ്? അവിടെ ഉണ്ടാവില്ല. എന്താണ്? അമോണിയയുടെ അളവ് കുറയും. എങ്ങനെയാണ്? അതായത് ഈ ഷീലാറ്റ്സിയർ അതിൻ്റെ തത്വപ്രകാരം ഒരു താപമോചക പ്രവർത്തനത്തിൽ നമ്മൾ വീണ്ടും താപനില കൂട്ടി, അതായത് ചൂടാക്കിയാൽ ആ സിസ്റ്റം ആ ചൂട് എന്ത് ചെയ്യാൻ നോക്കും? അതിനെ കുറയ്ക്കാൻ വേണ്ടി നോക്കും അല്ലേ. അപ്പം അതായത് ഉണ്ടായ അമോണിയ വീണ്ടും വിഘടിച്ച് നൈട്രജനും ഹൈഡ്രജനുമായി മാറും. അതുകൊണ്ട് ഉയർന്ന ഊഷ്മാവിൽ അമോണിയയുടെ ഉൽപ്പാദനം എന്താ ചെയ്യുക? കുറയുകയാണ് ചെയ്യുക. അതുകൊണ്ടാണ് രണ്ടാമത്തെ തെറ്റിപ്പോയത്. ഇവിടെ കൂടുതൽ എന്നല്ലേ തന്നിട്ടുള്ളത്. ഓക്കെ, ഇനി മൂന്നാമത് പറയുന്നത് ഉയർന്ന മർദ്ദത്തിൽ കൂടുതൽ അമോണിയ ഉണ്ടാകുമെന്ന് പറയുന്നു. അത് ശരിയാണ്. കാരണം ഇവിടെ നോക്കിയേ, ഈ ഒരു സമവാക്യത്തിൽ ഇടതുവശത്ത് 4 മോൾ വാതകം അല്ലേ, 4 മോൾ വാതകം, അതായത് 1N2 + 3H2 അല്ലേ. വലതുവശത്ത് 2 മോൾ വാതകം 2 നോക്കി ഇവിടെ അല്ലേ, 2NH3 ആണ് ഉള്ളത്. അപ്പോൾ നമ്മൾ മർദ്ദം അല്ലെങ്കിൽ പ്രഷർ കൂട്ടുമ്പോൾ സിസ്റ്റം എന്ത് ചെയ്യും? പ്രഷർ കുറയ്ക്കാൻ വേണ്ടി മോളുകളുടെ എണ്ണം എന്ത് ചെയ്യും? കുറവുള്ള ഭാഗത്തേക്ക് മാറും. അപ്പോൾ അവിടെ വലതുവശത്താണ് മോള് കുറവുള്ളതല്ലേ, ഒരു 2 അല്ലേ ഉള്ളൂ. അതുകൊണ്ട് രാസപ്രവർത്തനം വേഗത്തിൽ മുന്നോട്ട് നടക്കുകയും കൂടുതൽ അമോണിയ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ അവിടെ മൂന്നാമത്തെ പ്രസ്താവന ശരിയാണ്. ഇപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാലോ. അടുത്ത ചോദ്യം, താഴെ പറയുന്ന മെറ്റൽ ഓക്സൈഡ് സ്വഭാവ ജോഡിയിൽ തെറ്റായത് ഏത് എന്നതാണ് ചോദ്യം. തെറ്റായത് ഏതാ വരുന്നത്? ഓപ്ഷൻ ബി ആണ്, അസിഡിക് ആണ് കേട്ടോ വരുന്നത്. എന്തുകൊണ്ടാണ്? സോഡിയം ഓക്സൈഡ് ഒരു ലോഹ ഓക്സൈഡാണ് അല്ലേ. ലോഹ ഓക്സൈഡുകൾ പൊതുവെ എന്താണ്? ബേസിക് സ്വഭാവമുള്ളവയാണ്. അവ ജലത്തിൽ ലയിച്ച് ശക്തമായൊരു ബേസ് ഉണ്ടാക്കുകയാണ്. അതിനാൽ അത് അസിഡിക് ആണെന്ന പ്രസ്താവന തെറ്റാണ്. ഓക്കെ, ബാക്കിയുള്ളത് ഒന്നാമത്തേതാ മഗ്നീഷ്യം ഓക്സൈഡ്, അത് ബേസിക് ആണ്, കറക്റ്റാണ്. അലൂമിനിയം ഓക്സൈഡ് എന്ന് പറയുമ്പോൾ അത് അസിഡിക്കും ബേസിക് സ്വഭാവങ്ങളും ഒരേപോലെ കാണിക്കുന്നതാണ്. ഓക്കെ, അതാണ് ആംഫോടെറിക് എന്ന് കൊടുത്തിട്ടുള്ളത്. അടുത്തത്, ഒരു മൂലകത്തിൻ്റെ ആറ്റോമിക ഭാരം പൂർണ്ണസംഖ്യ ആകണമെന്നില്ല. കാരണം എന്തുകൊണ്ടാണ്? ഒരു മൂലകത്തിൻ്റെ ആറ്റോമിക ഭാരം പൂർണ്ണസംഖ്യ ആകണമെന്നില്ല. എന്താ കാരണം?
ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. എന്താണ്? മൂലകങ്ങൾക്ക് ഐസോടോപ്പുകളുണ്ട്. അതായത് പ്രകൃതിയിൽ ഒരു മൂലകം പല മാസ് നമ്പറുകളുള്ള ഐസോടോപ്പുകളുടെ മിശ്രിതമായാണ് കാണപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ അവയുടെ ശരാശരി ആറ്റോമിക മാസ് അല്ലെങ്കിൽ ഒരു വെയ്റ്റഡ് ആവറേജ് കണക്കാക്കുമ്പോഴാണ് ഭാരം ദശാംശ സംഖ്യയായി വരുന്നത്. ഓക്കെ, അടുത്തത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ റിപ്പോർട്ട് പ്രകാരം ഗുണനിലവാരമില്ലാത്ത ഓറൽ കഫ് സിറപ്പിൽ അടങ്ങിയിട്ടുള്ള വിഷകരമായ സംയുക്തം ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ഡൈ എഥിലീൻ ഗ്ലൈക്കോൾ. ഡൈ എഥിലീൻ ഗ്ലൈക്കോൾ ആണ് ചുമയ്ക്കുള്ള സിറപ്പുകളിലൊക്കെ കാണപ്പെടുന്ന ഒരു അസംസ്കൃതമായ അസംസ്കൃത വസ്തുവാണ് ഡൈ എഥിലീൻ ഗ്ലൈക്കോൾ കേട്ടോ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഏതാണെന്ന് നോക്കാം. സിയോട് നോക്കാം. വ്യാവസായപരമായി ലോഹം ഉൽപ്പാദിപ്പിക്കുവാൻ ഉപയോഗിക്കുന്ന ലോഹധാതുക്കളാണ് അയിരുകൾ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ സിങ്ക് ലോഹത്തിൻ്റെ അയിര് ഏതാണ്? എപ്പോഴും ചോദിക്കുന്നതാണ് അല്ലേ. സിങ്ക് ലോഹത്തിൻ്റെ അയിര് ഏതാണ്? കലാമിൻ അല്ലേ. ഓപ്ഷൻ ബി കലാമിൻ ആണ്. സിങ്കിൻ്റെ പ്രധാന അയിരുകളിൽ ഒന്നാണ് കലാമിൻ. സിന്നബാർ ഏതിൻ്റെ? സിന്നബാർ മെർക്കുറിയുടേതാണ് കേട്ടോ. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ സംക്രമണ മൂലകങ്ങളുടെ സവിശേഷത അല്ലാത്തത് ഏതാണ്? സംക്രമണ മൂലകങ്ങളുടെ സവിശേഷത അല്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. എല്ലാ മൂലകങ്ങളും ലോഹങ്ങളാണ്. നിറമുള്ള സംയുക്തങ്ങൾ ഉണ്ടാക്കുന്നു. സ്ഥിരമായ ഓക്സീകരണാവസ്ഥ കാണിക്കുന്നു. മൂലകങ്ങളും സംയുക്തങ്ങളും ഉൽപ്രേരകങ്ങളായി ഉപയോഗിക്കുന്നു. അപ്പോൾ സംക്രമണ മൂലകങ്ങളുടെ സവിശേഷത അല്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാ വരുന്നത്? ഓപ്ഷൻ സി, അതായത് മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്. പീരിയോഡിക് ടേബിളിൽ 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പുകളിൽ ഡി ബ്ലോക്ക് മൂലകങ്ങളാണ് ഇത് സംക്രമണ മൂലകങ്ങൾ എന്നറിയപ്പെടുന്നു. പക്ഷേ ഇവിടെ കൊടുത്തിരിക്കുന്ന നോക്കിയാൽ സ്ഥിരമായ ഓക്സീകരണാവസ്ഥ കാണിക്കുന്നു എന്നുള്ളത് എന്താണ്? തെറ്റാണ്. കാരണം ഇത് വ്യതിയാനമുള്ള ഓക്സീകരണാവസ്ഥയാണ് കാണിക്കുന്നത്, സ്ഥിരമായ ഓക്സീകരണാവസ്ഥയല്ല. അതുകൊണ്ടാണ് തെറ്റിയത് കേട്ടോ. ഇനി 36ാമത്തെ ചോദ്യം. 2023 രസതന്ത്ര നോബൽ പുരസ്കാരത്തിന് 3 ശാസ്ത്രജ്ഞന്മാർ അർഹരായി. ഏത് കണ്ടുപിടുത്തത്തിനാണ് അവർക്ക് ഈ പുരസ്കാരം ലഭിച്ചത്? ഏത് കണ്ടുപിടുത്തമായിരുന്നു 2023 രസതന്ത്ര നോബൽ പുരസ്കാരം? ഏത് കണ്ടുപിടുത്തത്തിനാണ് പുരസ്കാരം ലഭിച്ചത്? ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. ക്വാണ്ടം ഡോട്ടുകളുടെ കണ്ടുപിടുത്തത്തിനും സമന്വയത്തിനും. ഓക്കെ, ഇനി അടുത്തത്, യഥാർത്ഥ വാതകങ്ങൾ ആദർശ സ്വഭാവം കാണിക്കുന്നത് ഏതെല്ലാം സാഹചര്യങ്ങളിലാണ്? യഥാർത്ഥ വാതകങ്ങൾ ആദർശ സ്വഭാവം ഐഡിയൽ ബിഹേവിയർ കാണിക്കുന്നത് ഏതെല്ലാം സാഹചര്യങ്ങളിലാണ് എന്നതാണ് ചോദ്യം. എപ്പോഴൊക്കെയാണ്? താഴ്ന്ന മർദ്ദവും ഉയർന്ന താപനിലയും. ലോ പ്രഷർ ഹൈ ടെമ്പറേച്ചർ അല്ലേ. മർദ്ദം വളരെ കുറയുമ്പോഴും താപനില വളരെ കൂടുമ്പോഴും വാതക തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലം എന്ത് ചെയ്യും? ഇല്ലാതാവും. അപ്പോൾ അവ ആദർശ വാതക നിയമങ്ങൾ പാലിക്കുകയും ചെയ്യും. ഒരു ലായനിയുടെ pH മൂല്യം 3 ആണെങ്കിൽ അതിൻ്റെ ഹൈഡ്രോണിയം അയോൺ ഗാഢത എത്രയാണ്? ഒരു ലായനിയുടെ pH മൂല്യം 3 ആണെങ്കിൽ അതിൻ്റെ ഹൈഡ്രോണിയം അയോൺ ഗാഢത എത്രയാണ്? ഏതാണ്? ഓപ്ഷൻ എ ആണ് ആൻസർ അല്ലേ. ഇതാണ് 1.0 × 10⁻³ അപ്പോൾ ഇവിടെ pH 3 ആയതിനാൽ ഹൈഡ്രോണിയം അയൺ ഗാഢത എന്ന് പറയുന്നത് 10⁻³ ആകുന്നു. താഴെ കൊടുത്തിരിക്കുന്ന ജോഡികളിൽ സമ ഇലക്ട്രോണിക വർഗ്ഗങ്ങളായത് ഏതൊക്കെയാണ്? സമ ഇലക്ട്രോണിക വർഗ്ഗങ്ങൾ, ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ്. ഓക്കെ, ഏതൊക്കെയാണ് സമ ഇലക്ട്രോണിക വർഗ്ഗങ്ങളാണ്? ഏതൊക്കെയാണ് വരുന്നത്? എന്താണ് ഈ സമ ഇലക്ട്രോണിക വർഗ്ഗങ്ങൾ എന്ന് വിളിക്കുന്നത്? ഒരേ എണ്ണം ഇലക്ട്രോണുകളുള്ള ആറ്റങ്ങളെയോ അയോണുകളെയോ ആണ്. ഒരേ എണ്ണം ഇലക്ട്രോണുകളുള്ള ആറ്റങ്ങളെയോ അയോണുകളെയാണ് സമ ഇലക്ട്രോണിക വർഗ്ഗങ്ങൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് വരുന്നത്? ഓപ്ഷൻ ബി ആണ് 2ഉം 3ഉം. 2ഉം 3ഉമാണ് അങ്ങനെ വരുന്നത്. ഓക്കെ, 2ഉം 3ഉം. ഇവിടെ Na+, അതായത് അറ്റോമിക് നമ്പർ 11 - 1 10 ഇലക്ട്രോണുകൾ. ദെൻ F- അത് 9 + 1 10 ഇലക്ട്രോണുകളാണ് വരുന്നത്. അപ്പോൾ അത് ശരിയാണ്. മൂന്നാമത്തെ എന്താ പറയുന്നത്? O2 എന്ന് പറയുമ്പോൾ 8 + 2 10 ഇലക്ട്രോണുകളും പിന്നെ Mg2+ 12 - 2 10 ഇലക്ട്രോണുകളുമാണ് വരുന്നത്. ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് SCERT ചാപ്റ്റേഴ്സ് പഠിക്കുമ്പോൾ ഞാൻ പറഞ്ഞുതരാം കേട്ടോ.
അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോവാം. ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ഐസോടോപ്പുകളിൽ ഭൂമിയിൽ വളരെ കുറഞ്ഞ അളവിൽ കാണപ്പെടുന്നത് ഏതാണ്? ഭൂമിയിൽ വളരെ കുറഞ്ഞ അളവിൽ കാണപ്പെടുന്ന ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ഐസോടോപ്പ് ഏതാണ്? ട്രിഷ്യമാണ് അല്ലേ? ട്രിഷ്യം. ഹൈഡ്രജൻ്റെ റേഡിയോ ആക്റ്റീവ് ഐസോടോപ്പ് ഏതാണ്? ട്രിഷ്യം. പ്രകൃതിയിൽ വളരെ അപൂർവമായി മാത്രമേ അത് കാണുന്നുള്ളൂ. പ്രോട്ടിയം ആണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. പ്രോട്ടിയം. തൊട്ടടുത്ത് ഏതാണ്? ഡ്യൂട്ടീരിയം. താപനില സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിത അളവ് വാതകത്തിൻ്റെ മർദ്ദം വ്യാപ്തത്തിന് വിപരീതാനുപാതത്തിലായിരിക്കും. ഈ പ്രസ്താവന ഏത് വാതക നിയമവുമായി ബന്ധപ്പെട്ടതാണ്? ഏതാണ്? ബോയിൽസ് നിയമം അല്ലേ? ബോയിൽ നിയമം അല്ലേ? അതെ, ബോയിൽസ് ലോ. താപനില സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിത അളവ് വാതകത്തിൻ്റെ മർദ്ദം വ്യാപ്തത്തിന് വിപരീതാനുപാതത്തിലായിരിക്കും എന്ന് പറയുന്ന ബോയിൽ നിയമമാണ്. ചുവടെ കൊടുത്തിരിക്കുന്ന ലവണങ്ങളിൽ ഏതിൻ്റെ ലവണ ലായനിയുടെ pH മൂല്യമാണ് 7 കുറവായിട്ടുള്ളത്? ചുവടെ കൊടുത്തിരിക്കുന്ന ലവണങ്ങളിൽ ഏത് ലായനിയുടെ pH മൂല്യമാണ് 7 കുറവായിട്ട് വരുന്നത്? ഏതാണ്? അതായത് അസിഡിക് വരുന്നത് ഏതാണെന്ന് നമ്മൾ നോക്കിയാൽ മതി. ഏതാ? ഓപ്ഷൻ ബി ഏതാണ്? അമോണിയം ക്ലോറൈഡ്. NH4Cl. ഏതാണ്? അമോണിയം ക്ലോറൈഡ് ഒരു അസിഡിക് ലവണമാണ്. ഓക്കെ. 2025 രസതന്ത്ര നോബൽ സമ്മാനം എന്തിൻ്റെ കണ്ടുപിടുത്തത്തിനാണ് നൽകപ്പെട്ടത്? 2025 എന്തിൻ്റെ കണ്ടുപിടുത്തമാണ്? മെറ്റൽ ഓർഗാനിക് ഫ്രെയിംവർക്കുകളുടെ വികസനവും അവയുടെ വൈവിധ്യമാർന്ന ആപ്ലിക്കേഷനുമാണ് 2025 നോബൽ സമ്മാനത്തിന് അർഹമായത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ. STP ഒരു മോൾ ഹൈഡ്രജൻ്റെ വ്യാപ്തം. STPയിൽ ഒരു മോൾ ഹൈഡ്രജൻ്റെ വ്യാപ്തം എത്രയാണ്? 22.4 ലിറ്റർ. 22.4 ലിറ്റർ ആണ് കേട്ടോ. കപട സംക്രമണ മൂലകം എന്താണിത്? നമ്മൾ പറഞ്ഞു നേരെ സംക്രമണ മൂലകങ്ങളെ പറ്റി നേരത്തെ പറഞ്ഞല്ലേ. പീരിയോഡിക് ടേബിളിൽ 12ാം ഗ്രൂപ്പിൽ വരുന്ന മൂലകങ്ങളുടെ ഡി ഓർബിറ്റിൽ എപ്പോഴും പൂർണ്ണമായി ഇലക്ട്രോണുകളാൽ നിറഞ്ഞതായിരിക്കും. അതുകൊണ്ടാണ് അവ യഥാർത്ഥ സംക്രമണ മൂലകത്തിൻ്റെ പ്രധാന സവിശേഷതകൾ കാണിക്കാറില്ല. അത്തരം മൂലകങ്ങളെയാണ് എന്ത് പറയുന്നത്? കപട സംക്രമണ മൂലകം എന്ന് പറയുന്നത്. ഓക്കെ. ഇപ്പോഴും പൂർണ്ണമായിട്ടുള്ള ഇലക്ട്രോണുകളാൽ നിറഞ്ഞതായിരിക്കും. അങ്ങനെയുള്ളതാണ് ഇത് കപട സംക്രമണ മൂലകങ്ങൾ. കാഡ്മിയം. ഓക്കെ. അപ്പോൾ ഇതിലേതാ വരുന്നത്? 48 ആൻസർ വരുന്നത് ഏതാണ്? സിങ്ക്. ഏതാ വരുന്നത്? സിങ്ക് കേട്ടോ. സിങ്കാണ് വരുന്നത്. സിങ്ക്, കാഡ്മിയം, മെർക്കുറി ഒക്കെ അതിൽ വരുന്നതാണ്. കലാമിൻ ഏത് ലോഹത്തിൻ്റെ അയിരാണ്? തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞല്ലേ, ഏതാണ്? സിങ്കിൻ്റെ അയിരാണ് കലാമിൻ. ദെൻ ലോക കാലാവസ്ഥാ ദിനം എന്നാണ്? മാർച്ച് 23. മാർച്ച് 23 മാർച്ച് 22 എന്താണ്? അത് ലോക ജലദിനമാണ് കേട്ടോ. ഓക്കെ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് കെമിസ്ട്രിയായി റിലേറ്റ് ചെയ്ത് 2026 പ്രധാനപ്പെട്ട അറ്റൻഡർ മെയിൻസ് വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ എടുത്തിട്ടുള്ളത് കേട്ടോ. ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് ബാക്കി ടോപ്പിക് വൈസ് PYQ ഇതുപോലെ തന്നെ ചെയ്യാം. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് ക്ലാസ്സുകൾ കാണുക. താങ്ക് യു.